രണ്ട് തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. രണ്ട് തിമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കാം. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്ലോനിക്കയിലേക്ക് പോയി. ക്രേസ്കസ് ഗലാത്യയ്ക്കും തീത്തോസ് ദാൽമാത്യയ്ക്കും പോയി. ലൂക്കോസ് മാത്രം എന്നോടുകൂടിയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ ആകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. തിഹിക്കോസിനെ ഞാൻ എഫസോസിലേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന പുതപ്പ് പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തു നിന്നതുകൊണ്ട് നീയും അവനെ സൂക്ഷിച്ചുകൊള്ളുക. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിയിൽ നിന്ന് വിടുവിച്ചു തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവന് എന്നേക്കും മഹത്വം. ആമേൻ. 18 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. അതൊരു സെക്ഷനാണ്. കഴിവുള്ളിടത്തോളം നമുക്കത് മുഴുവൻ ചിന്തിക്കാൻ ശ്രമം നടത്താം. എന്നാൽ ആദ്യത്തെ 1-2 വാക്യങ്ങളിലാണ് കുറച്ച് എംഫസിസ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത്. ദൈവമക്കൾക്കറിയാമല്ലോ, ഇത് അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 13 ലേഖനങ്ങളിലെ ഏറ്റവും അവസാനത്തെ ലേഖനമാണ്. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ദൂതാണ്. നിജപുത്രനായ തിമോത്തിക്ക് നെറോ ചക്രവർത്തി റോമിൽ ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുകയും വിശ്വാസികളെ കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. പൗലോസ് ഈ കത്തെഴുതുമ്പോൾ റോമിൽ ഒരു കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഏറെക്കുറെ താന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ അത് വളരെ വ്യക്തമാണ്. നമുക്ക് ഏറ്റവും പരിചയമുള്ള വാക്യമാണ്. എന്നാലും ഞാനതൊന്ന് വായിക്കാം. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടും. എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഈ കാരാഗ്രഹത്തിൽ നിന്ന് താൻ പുറത്തു വരികയില്ല എന്ന് തനിക്ക് ബോധ്യമുണ്ടായിരുന്നു. ആരുടെയെങ്കിലും ഡിവൈസ് അൺമ്യൂട്ട് ആണെങ്കിൽ നിങ്ങൾ മ്യൂട്ടാക്കാൻ അഭ്യർത്ഥിക്കുന്നു. 1-ാമത്തെ കാരാഗ്രഹ വാസത്തിൽ തനിക്ക് പ്രത്യാശയുണ്ടായിരുന്നു താൻ പുറത്തു വരുമെന്ന്. അങ്ങനെ താൻ പുറത്തു വരികയും ചെയ്തു. എന്നാൽ ഈ 2-ാം കാരാഗ്രഹവാസത്തിൽ അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹം പുറത്തു വരികയില്ല. അദ്ദേഹം കൊല്ലപ്പെടുമെന്ന് ഏറെക്കുറെ അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നു.
അങ്ങനെ അദ്ദേഹം തിമോത്തിയോസിന് എഴുതുന്ന ഒരു വിടവാങ്ങൽ ദൂതാണ് ഈ 2 തിമോത്തിയോസിന്റെ ലേഖനം. ആദ്യത്തെ 8 വാക്യങ്ങളിൽ 4-ാം അധ്യായത്തില്, ആദ്യത്തെ 5 വാക്യങ്ങളിൽ അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ തിമോത്തിക്ക് കൊടുക്കുന്നു. അത് ഒരു ചെറിയ സൂചന ഞാൻ നിങ്ങൾക്ക് തരാം. പ്രത്യേകിച്ച് ആ ഭാഗം പഠിക്കുമ്പോൾ 3-ാം അധ്യായത്തിന്റെ വെളിച്ചത്തിലാണ് പഠിക്കേണ്ടത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് 3:1 ഓർമ്മപ്പെടുത്തിയ ശേഷം ഈ ദുർഘട സമയം എന്താണെന്ന് 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വിവരിച്ച് ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ മെജോറിറ്റി ദൈവസഭയിൽ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ച് അതിനകത്ത് നിന്ന് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവജനത്തെ തെറ്റിക്കുന്ന ആളുകൾ വീടാന്തോറും കയറുമെന്നും അവർ നൂണ് കയറുമെന്നുള്ള പ്രയോഗമാണ്. പാവങ്ങളെ പേറിക്കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളെ സ്വാധീനിക്കുന്ന ആളുകൾ, എപ്പോഴും പഠിച്ചിട്ടും പഠിക്കാത്ത സ്ത്രീകളെ ക്യാൻവാസ് ചെയ്യുന്ന, ക്യാപ്റ്റീവ്സ് ആക്കുന്ന കുറെ ആളുകൾ കയറും. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ തിമോത്തി ദൈവത്തിന്റെ വചനത്തിനകത്ത് നിൽക്കണമെന്നുള്ളതാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ആ ഊന്നൽ കാണാൻ കഴിയും. ഇതിനോട് ചേർന്ന് 4:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 3-4 വാക്യത്തിൽ അന്ത്യകാലത്തിന്റെ ഒരു പ്രത്യേകത, കർണരസകരമാകുന്ന മെസ്സേജുകൾ കേൾക്കുവാൻ ആളുകൾ ഇഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നു, നീ വചനം പ്രസംഗിക്കണം. വചനം പ്രസംഗിച്ചതിനാണ് പൗലോസിന് ഈ കാരാഗ്രഹത്തിൽ കിടക്കേണ്ടതായിട്ട് വന്നതും താൻ മാർട്ടിറാകാൻ പോകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെയല്ല. അദ്ദേഹം നിഷ്കളങ്ക ഹൃദയത്തോടെ നിർമ്മല മനസാക്ഷിയോടെ ഒട്ടും മായം ചേർക്കാതെ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ആത്മിക വെളിപ്പാടുകൾ തുറന്നു സംസാരിച്ചതിന്റെ ഫലമായിട്ട് റോമൻ കാരാഗ്രഹത്തിൽ അദ്ദേഹത്തെ പിടിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ടും നാം മനസ്സിലാക്കണം, തൻ്റെ ഉള്ളിലെ വീര്യം കുറഞ്ഞു പോയില്ല. താൻ ആത്മീകമായി വളർത്തിക്കൊണ്ടുവന്ന നിജപുത്രനായ തിമോത്തിക്ക് ബാറ്റൺ കൈമാറുകയാണ്. നീ വചനം പ്രസംഗിക്കണം. ഇത് ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കണം. വണ്ടിക്കൂലി ലഭിച്ചിട്ടോ ഏതാണ്ട് പ്രത്യേക നിലയിൽ ഒരു കാര്യവും ഈ ശ്രേഷ്ഠ അപ്പോസ്തലന് ഉണ്ടായിട്ടില്ല. ഇന്നത്തെ ആധുനിക പ്രസംഗകർക്ക് ഉണ്ടാകുന്ന ഭൗതികമായ ഒരു നന്മയും ശ്രേഷ്ഠ അപ്പോസ്തലൻ പൗലോസിന് ഉണ്ടാകാതെ വിശ്വസ്തയോടെ ഏകദേശം 30 വർഷത്തോളം ശുശ്രൂഷിച്ചതിന്റെ അവസാന ഘട്ടം ഏകദേശം 58-60 വയസ്സുള്ളവനായി കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. പക്ഷേ വീര്യം ചോർന്നു പോയിട്ടില്ല. അടുത്ത ആളിനും ബാറ്റൺ കൈമാറിക്കൊണ്ട് പറയുന്നത് വചനം പ്രസംഗിക്കണം. വായി വരുന്നത് എന്തെങ്കിലും പറയുന്നത് പ്രസംഗമല്ല പ്രിയരെ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിക്കണം. സമയത്തിലും അസമയത്തിലും നീ ഒരുങ്ങിയിരിക്കണം. അതേത് പശ്ചാത്തലത്തിലാണ്? അന്ത്യകാലത്ത് ദുർഘട സമയം വരും. ഈ ദുർഘട സമയത്തിന്റെ ഒരു പ്രത്യേകതയാണ് 3-4 വാക്യങ്ങളിൽ പത്യോപദേശം പൊറുക്കാതെ no one will be interested in sound doctrine. അകത്തെ മനുഷ്യൻ ആരോഗ്യം വരുന്ന ദൈവവചനം ഇഷ്ടപ്പെടാതെ അവർക്ക് തൃപ്തി വരുന്ന, അവരെ കിളത്തുന്ന, അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തവണ്ണമുള്ള സെൻസേഷണൽ ആയിട്ടുള്ള മെസ്സേജുകൾ താല്പര്യപ്പെടുന്ന കാലഘട്ടം വരും. പ്രവചനയാത്മാവിൽ അപ്പോസ്തലൻ പറഞ്ഞത് വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ എക്സാക്ട്ലി അതിന് നിവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ട് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ തിമോത്തിയെ 5-ാം വാക്യം വരെ ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെക്കുറിച്ച് പറഞ്ഞു. 5-ാം വാക്യത്തിൽ ഫുൾഫിൽ യുവർ മിനിസ്ട്രി എന്ന നിർദ്ദേശം കൊടുത്തിട്ട് താൻ തൻ്റെ കാര്യം പറയാണ്. താൻ മരിക്കാൻ പോവുകയാണ്. എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. ഭയങ്കര പ്രത്യാശയുടെ വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ട്. 8-ാം വാക്യത്തിൽ ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എത്ര ഉറപ്പാണ്!
എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ ഈ പ്രത്യാശയുടെ വാക്ക് അദ്ദേഹം പറഞ്ഞ ശേഷം, വളരെ ശാന്തമായി ദൈവകൃപയോട് ഇത് പറഞ്ഞ ശേഷം, 7-ാം വാക്യവും 8-ാം വാക്യത്തിലൊക്കെ നമുക്കത് കാണാം. 8-ാം വാക്യം ഞാൻ ഇപ്പോൾ വായിച്ചു. നിത്യമായ പ്രതിഫലത്തിനു വേണ്ടി അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു. എന്നാൽ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഏകനായി അദ്ദേഹം ഇരിക്കുകയാണ്. ലൂക്കോസ് മാത്രമേ അദ്ദേഹത്തിന്റെ കൂടെയുള്ളൂ. ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ പ്രിയ മകൻ അദ്ദേഹത്തെ വന്ന് കാണണം. അതാണ് 9-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു തുടങ്ങിയത്. അവിടെയാണ് വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. അപ്പൊ അന്ത്യകാലഘട്ടത്തിലെ കാര്യങ്ങളെല്ലാം എന്താണ് തിമോത്തി പ്രതീക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് തിമോത്തി കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കേണ്ടത്, എന്താണ് തിമോത്തി ശുശ്രൂഷിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൃപ്തനായി ഓട്ടം തികച്ച വിശ്വാസം കാത്തു. ഇനിയും പ്രത്യാശ അദ്ദേഹത്തിന്റെ നീതിയുടെ കിരീടം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് വേഗത്തിൽ ആ ഒരു ഹ്യൂമൻ കമ്പാനിയൻഷിപ്പിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ആ ഒരു ആഗ്രഹം അദ്ദേഹം തുറന്ന് തിമോത്തിയോട് പറയുന്നതായിട്ടാണ് നമ്മൾക്ക് ആ 9-ാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. ശരിക്കും ജൂനിയർ ഓഫീസേഴ്സിന് ഒരു കമാൻഡിങ് ഓഫീസർ കൊടുക്കുന്ന നിർദ്ദേശം പോലെ അദ്ദേഹം തിമോത്തിക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശമായിട്ട് തന്നെ നമ്മൾ ഇത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ ലേഖനം പഠിക്കുകയാണെങ്കിൽ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവിടെ തന്നെ പൗലോസ് തിമോത്തിയെ കാണണമെന്നുള്ള സൂചന കൊടുത്തു കഴിഞ്ഞു. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീരോർത്ത് നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാഞ്ചിച്ചുകൊണ്ട്, അപ്പൊ അവിടെ തന്നെ കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നിട്ട് 4-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ ശീതകാലത്തിന് മുൻപേ വരുവാൻ ശ്രമിക്കുക. അപ്പൊ പല ആവർത്തി പൗലോസ് ഈ റിക്വസ്റ്റ് ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം ശീതകാലമായി കഴിഞ്ഞാൽ തിമോത്തിയുടെ വരവിനത് തടസ്സമാകരുത്. എന്നിട്ട് 9-ാം വാക്യത്തിൽ അദ്ദേഹം ഒരു നിർദ്ദേശമായിട്ട് പറയുന്നതാണ് നമ്മൾ വായിച്ചത്. അവിടെ ശരിക്കും ഉള്ള അർത്ഥമെന്ന് പറഞ്ഞാൽ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക എന്ന് പറഞ്ഞാൽ നീ ഒരു കാരണവശാലും ഡിലേ ചെയ്യരുത്. ഐ മസ്റ്റ് സീ യു. വളരെ ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് പൗലോസിന് അറിയത്തില്ല ഇനി എത്ര നാളുണ്ട് ജീവിക്കാൻ, ഇനി എത്ര നാൾ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് തിട്ടമില്ലാത്തത് കൊണ്ട് മരിക്കുന്നതിന് മുൻപ് തിമോത്തി വന്ന് കാണണം. ഒരുപാട് സമയം ഇതിനാകും. കാരണം ഈ കത്ത് തിമോത്തിക്ക് എത്തണം. തിമോത്തി അവിടെ നിന്ന് യാത്ര ചെയ്ത് വരുന്നതിന് മാസങ്ങൾ എടുക്കും. എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു ഡിലേ വന്നാൽ അത് ഇറ്റ് വിൽ ബി ടു ലേറ്റ്. അത് സംഭവിക്കാതിരിക്കുവാൻ വേണ്ടി തിടുക്കം കൂട്ടുന്ന ഒരു സന്ദേശമായിട്ടാണ് ആ 9-ാം വാക്യം നാം കാണേണ്ടത്. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു നിയോഗം, എന്താണ് ഇവര് തമ്മിലുള്ള ബന്ധം? പൗലോസും തിമോത്തിയും തമ്മിലുള്ള ആഴമേറിയ ഒരാത്മീക ബന്ധത്തെക്കുറിച്ച് നാം മനസ്സിലാക്കണം. ഇന്നത്തെ ക്രൈസ്തവ ഗോളം, ഇന്നത്തെ വിശ്വാസി സമൂഹം ഇത് തിരിച്ചറിയണം. ഇന്ന് ഈ ഒരാശയം അത് ഫോറിനാണ്, അത് ആളുകൾക്ക് പരിചയമില്ല. നയിക്കുന്ന ആളുകളുമായിട്ട് ഇതുപോലെ ഒരു അഭേദ്യ ബന്ധം വളരെ ചുരുക്കം ചില ആളുകളിൽ, ചുരുക്കം ചില ഇടങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. നോക്കിക്കേ, ഈ കത്ത് 1 തിമോത്തിയോസ് 1:2 ഒരു പ്രയോഗം, വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന്. 2 തിമോത്തി 1:1
പ്രിയമകനായ തിമോത്തിയോസിന്. അപ്പോൾ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരണമെന്ന് പറയുമ്പോൾ തിമോത്തിയോസിന്റെ ആത്മീക പിതാവെന്ന നിലയിൽ മകനോടുള്ള ഒരു കൽപ്പനയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അപ്പൻ മകൻ ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കുറഞ്ഞുപോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ ബിബ്ലിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് എല്ലാവരും അവരവരുടെ കാര്യം, അവരവരുടെ ശുശ്രൂഷ. ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും തമ്മിൽ ബന്ധമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു ബന്ധം ഇന്ന് വളരെ ചുരുക്കം ചില ഇടത്തെ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. അല്ലാതെ ഇവര് തമ്മിൽ ഭൗതികമായിട്ട് യാതൊരു നിലയിലും ബന്ധമില്ല, ബ്ലഡ് റിലേഷൻ അല്ല. പൗലോസിന് ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന പൗലോസിന്റെ ഒരു സഹപ്രവർത്തകനായിരുന്നു തിമോത്തി. നോക്കിക്കേ, കൊരിന്തുകാരോട് പൗലോസ് പറയുന്ന 1 കൊരിന്ത്യ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം, ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയമകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ വഴികൾ അവൻ നിങ്ങളെ ഓർപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? ഞാൻ വരുന്ന പോലെ ഉള്ളൂ, ഞാൻ അവനെ അയക്കുകയാണ്. എക്സാക്ട്ലി, ഹി വിൽ ടെൽ യു ദ കൗൺസിൽ. അതെത്ര വലിയ കാര്യമാണ്. ഈ പൗലോസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങളോട് പറഞ്ഞാൽ, പൗലോസ് വളരെ കർക്കശക്കാരനാണ്. അത്ര എളുപ്പത്തിൽ ഇംപ്രസ്ഡ് ആകുന്ന ഒരാളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ മനുഷ്യന്റെ വാക്കുകളാണ്. മറ്റൊരു വേദഭാഗം, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കുക. അവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ആ കോൺഫിഡൻസ് ഫിലിപ്പ് സഭയെ അറിയിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നത്. അവനോ മകൻ അപ്പന് ചെയ്തതുപോലെ എന്നോടുകൂടി സുവിശേഷ ഘോഷണത്തിൽ സേവിച്ചത് എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. സി, ആ ഫാദർ സൺ റിലേഷൻഷിപ്പ് നിങ്ങൾ കാണാതെ പോകരുത്. നീ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരണം എന്ന് പറയുമ്പോൾ ആ ബന്ധമാണ്. ഫോർ വൺ ലാസ്റ്റ് ടൈം ദിസ് അപ്പോസ്റ്റൽ വാണ്ട്സ് ടു സീ ഹിസ് സൺ തിമോത്തി. അങ്ങനെ ഒരു ബന്ധം എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് ഈ കാലഘട്ടത്തിലുണ്ടോ? നമ്മെ ശുശ്രൂഷയിൽ വളർത്തിയ, വിശ്വാസത്തിലേക്ക് നയിച്ച, somebody who taught us the word, who wants the best for us. അങ്ങനെ നമുക്കൊന്ന് നോക്കാൻ ഒരാളുണ്ടോ? അങ്ങനെ ഒരു ആത്മീക ബന്ധമുണ്ടോ? ഒരു മെന്റർ ഉണ്ടോ? ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ടോ എന്ന കാര്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, പൗലോസ് മരണത്തെ മുന്നിൽ കാണുന്നു. റോമിലെ ഒരു കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് തൻ്റെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗവും വന്നിട്ടില്ലെങ്കിലും ആ പ്രത്യാശയെക്കുറിച്ച് 8-ാം വാക്യത്തിൽ പറഞ്ഞ ശേഷം പെട്ടെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, തിമോത്തിയെ ഒന്ന് കാണണം. അതിന് പല കാര്യങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. എന്നാലും ആമുഖമായി ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ, ഇത് എൻ്റെ പ്രിയപ്പെട്ട ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, തിങ്ക് അബൌട്ട് ഇറ്റ്. വി നീഡ് മെന്റേഴ്സ്, വി നീഡ് എൽഡർലി പീപ്പിൾ, വി നീഡ് ഗോഡ്ലി ലീഡേഴ്സ്. നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം, ഒരാത്മീക ബന്ധമുണ്ടാകണം.
അപ്പൊ ഇതിന്റെ ഒരു ഡേഞ്ചറൂടെ ഞാനൊന്ന് പറയാം. ഞാന് സന്ദർഭവശാൽ ചില യൗവനക്കാര് ഈ ആശയത്തെ ആത്മീക തലത്തിൽ നിന്നൊക്കെ ബൗണ്ടറികൾ ക്രോസ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു പ്രവണത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, സ്പിരിച്വലാണ് കാര്യങ്ങൾ. മാത്രമല്ല, മെന്റർ ആയിരിക്കുന്ന ഒരാള് വചനവിരുദ്ധമായ ഒരു കാര്യം പറയുകയോ പ്രവൃത്തി മണ്ഡലത്തിൽ അത് കാണുകയോ ചെയ്താൽ അത് കോപ്പി ചെയ്യണ്ടോ അനുസരിക്കണ്ടോ ഒരു കാര്യവുമില്ല. കാരണം ആശയം ദൈവവചനത്തിൽ ഉള്ളതാണെങ്കിലും ഇത് അതിര് വരമ്പുകളെയൊക്കെ ലംഘിച്ചുകൊണ്ട് ചില ആളുകൾ ചില കുടുംബങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് ടേക്കിംഗ് തിങ്സ് ടു ഫാർ എന്നുള്ള കാര്യം കൂടെ ഇത് പറയുമ്പോൾ പറയാതിരിക്കാൻ തരമില്ല. കാരണം അങ്ങനെയൊക്കെ ഉള്ളത് ചില പാശ്ചാത്യ സഭകളില് ഉള്ളതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ കേരളക്കരയിൽ പോലും അങ്ങനെയുള്ള ചില പ്രവണതകളെ ആളുകള് അനുകരിക്കുന്നുണ്ട് എന്നൊരു ചിന്ത എനിക്കുണ്ട്. അപ്പൊ നമ്മൾ വളരെ ബാലൻസ്ഡ് ആയിരിക്കണം. ദൈവവചനത്തിലൂടെ നമ്മൾ ഇത് കാണുന്നു. അപ്പോൾ തന്നെ ആത്മീക പക്വതയിലേക്ക് നമ്മളെ നയിക്കുവാൻ പൗലോസും തിമോത്തിയും തമ്മിലൊരു സ്പിരിച്വൽ ബന്ധമാണ്. അത് അതിര് കടന്നുപോയി നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നത് ഇറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ എന്ന കാര്യം കൂടെ ഞാന് ആ ആശയത്തിനൊരു ബാലൻസ് വരുവാനായിട്ട് പറയുവാൻ താല്പര്യപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. 10-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മലയാളത്തിൽ നമ്മൾ കാണുന്നത്, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു, തെസ്സലോനിക്കയിലേക്ക് പോയി. ക്രസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദാൽമത്യയ്ക്കും പോയി. ഇംഗ്ലീഷിൽ ഇത് തുടങ്ങുമ്പോൾ ഫോർ ഡീമസ്. അപ്പോൾ 9-ാം വാക്യത്തിൽ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക എന്ന് പോൾ തിമോത്തിക്ക് എഴുതാൻ കാരണം, ബിക്കോസ് അല്ലെങ്കിൽ ഫോർ, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ടു. എന്നിട്ട് തുടർന്ന് ഒരുപാട് ലിസ്റ്റാണ് പറയുന്നത്. ചിലര് ദൈവകൃപ വിട്ടുപോയി, ചിലര് ശുശ്രൂഷയ്ക്ക് പോയി. ലൂക്കോസ് മാത്രം എന്നോടുകൂടെയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് തിമോത്തി, കം ക്വിക്ലി, നീ വേഗത്തിൽ കടന്നു വരണം എന്നത് പോൾ ഇവിടെ പറയുന്നത്. ഒരു ലിസ്റ്റാണ്, തൻ്റെ കോവർക്കേഴ്സിന്റെ ഒരു ലിസ്റ്റാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അവിടെ ആദ്യം മെൻഷൻ ചെയ്യുന്നത് ദേമാസിനെയാണ്. പുതിയ നിയമത്തിൽ ദേമാസിനെ 3 വട്ടം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 2 തവണ പൗലോസിന്റെ ആദ്യത്തെ കാരാഗ്രഹവാസത്തിൽ എഴുതിയ ലേഖനങ്ങൾ, കൊലോസ്യ ലേഖനം 4-ന്റെ 12 മുതൽ 14 വരെ, ഫിലമോന്റെ ലേഖനം 24-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഇപ്പോൾ 2-ാം കാരാഗ്രഹവാസത്തിലാണ് ദേമാസിന്റെ ഈ പേര് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഒരു വലിയ ദൂതുണ്ട്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 12 മുതൽ 14 വരെ ഉള്ള വാക്യങ്ങളിൽ ഏകദേശം AD 60 മുതൽ 62 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെടുന്നത്. ദേമാസിനെ അവിടെ നമുക്ക് കാണാൻ കഴിയും. അവിടെ ദേമാസ്, ലൂക്കോസ്, എപ്പഫ്രാസ് ഇവരെയൊക്കെ പൗലോസിന്റെ ക്ലോസ് അസോസിയേറ്റ്സ് ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. അവിടെ ദേമാസ് എന്ന് മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ഫിലേമോന്റെ ലേഖനം അതേ കാലഘട്ടത്തിൽ എഴുതിയ ആ ലേഖനത്തിൽ
24-ാം വാക്യം നിങ്ങൾ നോക്കിക്കേ. എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തർക്കോസും ദേമാസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. അപ്പൊ വളരെ ആഴമായി ട്രെയിനിങ് ലഭിച്ച പോളിന്റെ ഒരു ഫെലോ വർക്കർ, അസോസിയേറ്റ് ആയിരുന്നു ഈ ദേമാസ് എന്നുള്ളതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 2-ാമത്തെ ലേഖനം തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ഈ ലോകത്തെ സ്നേഹിച്ചു. He deserted me. എന്നെ ഉപേക്ഷിച്ചവൻ. എന്താണ് കാര്യം? He loved the present world. അധികം സമയം പൗലോസ് ഈ മനുഷ്യന് വേണ്ടി ചെലവഴിച്ചതാണ്. പൗലോസിന്റെ അപ്പോസ്തോലിക പഠിപ്പിക്കലുകൾ ഈ മനുഷ്യൻ ശ്രദ്ധിച്ച് പഠിച്ചതാണ്. പൗലോസ് ധാരാളം തവണ ഒരുപക്ഷെങ്കിൽ ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് ഉണ്ടാകാനാണ് സാധ്യത. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാ ഒരുക്കവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ്. ഒരുപക്ഷെങ്കിൽ പോളിന്റെ കാലഘട്ടത്തിന് ശേഷം ദേമാസി മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അപ്പോസ്തോലൻ ആഗ്രഹിച്ചു കാണും. ഇങ്ങനെയൊക്കെയുള്ള നല്ല ഒരു അനുഭവം ഉണ്ടായിരുന്ന മനുഷ്യനാണ് ദേമാസ്. ഒരു കോവർക്കറാണ്. പക്ഷേ ദേമാസ് നോക്കിയപ്പോഴേ ഇങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ കാരാഗ്രഹം, അല്ലെങ്കിൽ ഉപദ്രവം. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് കാര്യം? നമുക്കൊരു ജീവിതമില്ലേ? അതായിരിക്കാം ഈ ലോകത്തെ സ്നേഹിച്ച് താൻ പിൻവാങ്ങാൻ കാരണം. ശരിക്കും പരീക്ഷണം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സമയത്ത് കർത്താവിനെയും കർത്താവിൻ്റെ സമൂഹത്തെയും കർത്തൃവേലയെയും സകലത്തെയും വിട്ട് തൻ്റെ ഇഷ്ടത്തിന് ഈ ലോകത്തെ സ്നേഹിച്ച് താൻ പോയി. അപ്പോസ്തലനെ പൗലോസിനെ താൻ ഉപേക്ഷിച്ചെന്നു. ഞാൻ എൻ്റെ കേൾവിക്കാരായ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നമുക്കിങ്ങനെ ഒരു അവസരത്തിലാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനെ പോലുള്ള ഒരാളിനെ നാം ഡെസേർട്ട് ചെയ്യുമോ? നമ്മൾ തിരസ്കരിക്കുമോ? ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട തെസ്സലോനിക്കയിൽ നമ്മൾ ഒരു അപ്പോസ്തലനെ വിടുമോ? അദ്ദേഹത്തിന്റെ ടീച്ചിങ് വിടുമോ? അദ്ദേഹത്തിന് ഏറ്റവും കൈത്താങ്ങൽ ആവശ്യമുള്ള സമയത്ത് നമ്മൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കുമോ? നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പറയും ഒരിക്കലും ഇല്ലെന്ന്. അങ്ങനെയൊക്കെ ആദ്യം സന്ദർഭത്തിൽ തീരുമാനങ്ങളൊക്കെ എടുത്ത മനുഷ്യനാകാനാണ് സാധ്യത ദേമാസ്. അപ്പൊ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. പൗലോസ് പറയുന്നു, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഓട്ടക്കളത്തിൽ തുടങ്ങുക മാത്രമല്ല, ഓടി ഏകദേശം 30 വർഷത്തോളം. എന്നിട്ട് ഓട്ടം ഇപ്പോൾ തികക്കുകയാണ്. ദേമാസും ഓട്ടക്കളത്തിൽ തുടങ്ങിയ ആളാണ്. നല്ല അസോസിയേഷൻ ഉണ്ടായിരുന്ന ഒരാളാണ് ദേമാസ്. പക്ഷേ ഈ കഷ്ടാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ പ്രോത്സാഹിപ്പിച്ച തൻ്റെ ഒരു മെന്ററായിരിക്കുന്ന അപ്പോസ്തലൻ സഹിക്കുന്ന ഈ കാര്യം ഇപ്പോൾ താൻ മാറ്ററാകാൻ പോവുകയാണ്. ഈസ് ഇറ്റ് റിയലി വർത്ത് ഇറ്റ്? ഒരുപക്ഷെങ്കിൽ ഈ ചിന്തകളായിരിക്കാം തൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെ താൻ ഈ ലോകത്തെ സ്നേഹിച്ചെന്ന ഇതിന്റെ അർത്ഥം എന്താ? ഈ ലോകത്തെ സ്നേഹിച്ചാണ് അപ്പോസ്തലനെ ഉപേക്ഷിക്കുന്നത്. ദ പ്രസന്റ് വേൾഡ്, ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് അർത്ഥം ഇതാണ്: ലോക വ്യവസ്ഥിതികൾ, ദ സിൻഫുൾ ഏജ്, ദ വേൾഡ് സിസ്റ്റം, ഈ ലോകത്തിന്റെ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് പിശാചാണ്. ദൈവമക്കൾ തിരുവെഴുത്തിലൂടെ ഓരോ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന മൂല്യം പോലെയല്ല പിശാചിനാൽ നിയന്ത്രിക്കപ്പെട്ട ലൗകിക ആളുകൾ ലോക സിസ്റ്റത്തിൽ കൊടുക്കുന്ന മൂല്യം.
അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ നിന്നാൽ എന്ത് കിട്ടും? പൗലോസ് പറയുന്നു, നീതിയുടെ കിരീടം എനിക്ക്. എടാ, അത് ഈ ലോകത്തിലല്ല, വരാൻ പോകുന്ന ലോകത്തിലാണ്. അതിനി എന്റെ ആയുസ് ഇവിടെ തീരണ്ടേ? ഇസ് ദാറ്റ് വർത്ത് ഇറ്റ്? ഇവിടെ ഇപ്പൊ എന്തോ കിട്ടും? അദ്ദേഹം കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു ദ ഫ്യൂച്ചർ, ഹി ക്യാൻ സീ മറുകരയിൽ നീതിയുടെ കിരീടം എനിക്കായി ഒരുങ്ങിയിരിക്കുകയാണ്. എനിക്ക് വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ പ്രത്യാശ വെച്ച എല്ലാവർക്കും ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. പക്ഷെ ദേമാസിന്റെ മനസ്സിൽ ഇതായിരിക്കും, ഈ ലോകത്തിൽ ഇസ് ദാറ്റ് വേൾഡ്, ഞാനൊരു കാരാഗ്രഹത്തിൽ അവസാനിച്ചാൽ എന്താണ് ഇതിനകത്ത്? നീതിയുടെ കിരീടം അപ്പുറത്ത് കിട്ടും, ഇപ്പുറത്ത് വല്ലതും ഉണ്ടോ? He loved the present evil system of the world. ഇവിടുത്തെ പ്രോസ്പെരിറ്റി, ഇവിടുത്തെ പണം, ഇവിടുത്തെ പൊസിഷൻ ഇവിടെയാണ്. അതൊരു സെഡക്റ്റീവ് സിസ്റ്റമാണ് ഈ ലോകത്തിലെ. പിശാച് വിശ്വാസിയെയും അവിശ്വാസിയുടെ മുൻപിലിടുന്ന വശീകരണ ശക്തിയുള്ള ഒരു വശീകരണമാണ് ഈ ലോകത്തിന്റെ വ്യവസ്ഥിതി. അനേക ആളുകൾക്ക് വിശ്വാസ ത്യാഗം സംഭവിക്കുന്നത് ഈ വേൾഡ് സിസ്റ്റം നിമിത്തമാണ്. അതിൽ ആകർഷിക്കപ്പെടുകയാണ്. നന്നായി ദൈവവചനത്തിന്റെ ബേസ്മെന്റ് ഉള്ളവർ, ലീഡർഷിപ്പ് നന്നായി കിട്ടിയവർ, കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിച്ച് കളയുന്ന കാലഘട്ടത്തിൽ നാം ഏവരും ഇതൊരു മുന്നറിയിപ്പായി തന്നെ സ്വീകരിക്കണം. ദൈവമക്കളെ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരു ജൂഡസ് വീണുപോയി. അപ്പോസ്തലനായ പൗലോസിന്റെ കൂടെ പ്രവർത്തിച്ച കോവർക്കേഴ്സിൽ ഒരു ദേമാസ് വീണുപോയി. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്തൃദാസന്മാർക്കും ഇത് വലിയ മുന്നറിയിപ്പാണ്. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കുവാൻ സൂക്ഷിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദേമാസ് എന്നെ വിട്ടുപോയി. ഈ ലോകത്തിലെ വെൽത്ത്, പവർ, പ്ലഷർ ഇതാണ് വലുത് എന്ന് ചിന്തിച്ചതാവാം അദ്ദേഹം ശ്രേഷ്ഠ അപ്പോസ്തലനെ വിട്ടത്. തന്നെയല്ല, അപ്പോസ്തലനിലൂടെ ലഭിച്ച ടീച്ചിങ്, ശുശ്രൂഷകള്, ദൈവത്തിന്റെ പ്രവൃത്തിയെ മുഴുവനും അദ്ദേഹം വിട്ടുകളഞ്ഞു. ആ പണസ്നേഹം ദേമാസിനെ എൻറ്റൈസ് ചെയ്തതാകാനാണ് സാധ്യത. ഈ സംഭവം പൗലോസിന്റെ ഹൃദയത്തിന് വളരെയധികം വേദന ഉളവാക്കിയെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തിമോത്തിയോട് പറയുന്നത്, കം ക്വിക്ലി, നീ വേഗത്തിൽ വാ. ലൂക്കോസ് മാത്രമേ എന്റെ കൂടെ ഉള്ളൂ. മറ്റു ചിലരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചയച്ചു. പക്ഷെ ദേമാസ്, അവൻ ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടു. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. സഹോദരങ്ങളെ, എത്ര വലിയ ചാൻസ് ആണ് ദേമാസിന് കിട്ടിയത്. പക്ഷെ ദേമാസ്, he was not willing to pay the price. ഈ ശുശ്രൂഷ ഏറ്റെടുത്താൽ, ഈ ദൈവദാസൻ പറയുന്നത് പോലെ ജീവിച്ചാൽ, it is full of suffering, persecution, hardship. ഈ ലോകത്തിൽ ഒന്നും കിട്ടും എന്നുറപ്പുമില്ല. വരുവാനുള്ള ലോകമാ അത് പിന്നല്ലേ. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു. എത്ര വലിയ ഒരു വൈരുദ്ധ്യമാണ് നമ്മൾ കാണുന്നത്. അപ്പോസ്തലനായ പൗലോസ് താൻ നിത്യതയുടെ കാഴ്ചപ്പാടിൽ പക്ഷെ വളർത്തിക്കൊണ്ടുവന്നയാള്, അദ്ദേഹത്തിന്റെ ആ വീഴ്ചയുടെ കാരണം നിത്യതയിലേക്ക്, താൻ ഉയരത്തിലേക്ക് നോക്കേണ്ടതിന് പകരം ഈ ലോകത്തിന്റെ ആ സെഡക്റ്റീവായിട്ടുള്ള സിസ്റ്റത്തിൽ താൻ പിടിക്കപ്പെട്ടു പോകുകയാണ്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു. നമുക്ക് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു ഉപമ
നമുക്ക് നന്നായി അറിയാം. ദ പാരബിൾ ഓഫ് ദ സോവർ. അതിനകത്ത് നമുക്കറിയാം 4 നിലങ്ങളാണ് ഉള്ളത്. 1 വഴിയരികിൽ വീണത്, 2 പാറ സ്ഥലത്ത്, 3 മുള്ളിനിടയിൽ വീണത്, 4 നല്ല സ്ഥലത്ത് വീണത്. നല്ല സ്ഥലത്ത് വീണതാണ് മാക്സിമം ഫ്രൂട്ട് ബെയർ ചെയ്യുന്നത്. നിങ്ങൾ നോക്കിക്കേ, മത്തായി 13-ന്റെ 5-6 വാക്യങ്ങൾ. മത്തായി 13-ന്റെ 5-6 വാക്യത്തിൽ നമുക്ക് ആ ഉപമ കാണുവാനായിട്ട് കഴിയും. ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്തു വീണു. മണ്ണിന് താഴ്ചയില്ലായ്കയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി. വേർ ഇല്ലായ്കയാൽ അത് ഉണങ്ങിപ്പോയി. ഇതിന്റെ വ്യാഖ്യാനത്തിന് നമ്മൾ വേറെ എങ്ങും പോകണ്ട. നമ്മൾ ഇതേ അധ്യായം തന്നെ 20-21 വാക്യം നിങ്ങൾ ദയവായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേ. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനത്തെ കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണികനത്രേ. വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ദേമാസ് ഒരുപക്ഷെങ്കിൽ പൗലോസിന്റെ ഈ ലൈഫും ശുശ്രൂഷയും ഒക്കെ വാച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇത് തന്നെയാണ് തനിക്കും കിട്ടാൻ പോകുന്നതെന്നുള്ളത് ഏറെക്കുറെ തനിക്ക് ബോധ്യമായതുകൊണ്ട് ഇതിനെക്കാട്ടി നല്ലത് നമ്മളൊന്ന് ബ്രേക്ക് ഇടുന്നതാ. അപ്പൊ പാറസ്ഥലത്ത് വീണു. വചനം നിമിത്തമുള്ള ഉപദ്രവങ്ങൾ വരുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ഉണർവേ ഉള്ളൂ. പെട്ടെന്ന് വിട്ടുമാറുക, വിശ്വാസത്തെ ഉപേക്ഷിക്കുക, കർത്താവിനെ ഉപേക്ഷിക്കുക. അത് ചിലപ്പോൾ പ്രത്യക്ഷമായി ഒരു ദിവസം എഴുന്നേറ്റ് ഞാൻ കർത്താവിനെ ഉപേക്ഷിക്കാന്നൊന്നും പറയത്തില്ലായിരിക്കും. പക്ഷേ പണ്ടത്തെ വീര്യമില്ല, പണ്ടത്തെ ഉണർവില്ല, എല്ലാം ശാന്തമായി. അതെന്താ? നമ്മൾ അങ്ങ് പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ പോസിബിൾ ആണ് ഒരു പക്ഷെങ്കിൽ ഭയം നിമിത്തം. കാരണം ആരാണ് പൗലോസ്? ഇപ്പം റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന റോമാക്കാരുടെ ദൃഷ്ടിയിലെ വലിയ ക്രിമിനലാണ്. ഇദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആണ്, കോവർക്കർ ആണ് ദേമാസ് എന്ന് പറഞ്ഞാൽ പിടിവീഴും. ഭയം നിമിത്തമായിരിക്കാം. നോ, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഓൾ ദ വേ. മെല്ലെ അങ്ങ് വലിയ ഹി ഡെസേർട്ടഡ് പോൾ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു പക്ഷെങ്കിൽ ഈ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഒക്കെ ഭരിച്ചത് നിമിത്തം ദേമാസ് ഒരു തീരുമാനമെടുത്തു. നോ, ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ മനുഷ്യന് ആവശ്യമാണ്. അല്ലെങ്കിൽ നോയിക്കേ, ഏകദേശം 60 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ. എത്രയോ വർഷങ്ങൾ ഇനിയും ജീവിക്കേണ്ടതാണ്. ഹി ഈസ് ഗോയിങ് ടു ഡൈ. അപ്പോസ്തലന്റെ കൂടെ നിന്നാൽ നിന്നയും പ്രശ്നങ്ങളും പട്ടിണികളും പ്രയാസങ്ങളും ഉപദ്രവവും, ചിലപ്പോൾ ഒരു മാർട്ടിറായി മരിക്കേണ്ടി വരും. ഹി റിജക്റ്റഡ് ദ ഗോസ്പൽ, റിജക്റ്റഡ് ദ വേർഡ്. പോള് പഠിപ്പിച്ച, പോളിനെ ഡിസേർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ whatever Paul taught. Praise the Lord. സ്തോത്രം. വേറെ ഒരു ചിന്തയോടെ നിങ്ങളുടെ മുൻപിൽ വെക്കാം. മത്തായി 13 നിങ്ങൾ ശ്രദ്ധിച്ചേ. മത്തായി 13-ന്റെ 7-ാം വാക്യം. മറ്റ് ചിലത് മുള്ളിനിടയിൽ വീണു. മുള്ള് മുളച്ച് വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. അതും വ്യാഖ്യാനത്തിന് നമ്മൾ എങ്ങും പോകണ്ട. 22-ാം വാക്യം വന്നാൽ മതി. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം
കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നതാകുന്നു. പോസിബിളി ഇതും ദേമാസിനോടുള്ള ബന്ധത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. ഈ ലോകത്തെ സ്നേഹിച്ചു. ആ ലോകത്തിന്റെ ആ പവർ ദേമാസിനെ സംബന്ധിച്ചിടത്തോളം ഇറസിസ്റ്റബിൾ ആയി മാറി. പൗലോസിനെയും ശുശ്രൂഷയും വിട്ടു. അങ്ങനെ അദ്ദേഹം പോയതായിട്ടാണ് കാണുന്നത്. ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ നോക്കിയേ. 9-ാമത്തെ വാക്യം കഴിഞ്ഞ് നാം 10-ാം വാക്യത്തിലാണ് നിൽക്കുന്നത്. 2 തിമോത്തിയോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുന്നു. ഒരു വാക്കൂടെ എടുത്തു പറയാനുണ്ട്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. വിട്ടു, ഡെസേർട്ടഡ് മീ എന്ന ആ പദപ്രയോഗം ഒരു വളരെ ശക്തമായ ക്രിയാപദമാണ്. അതിന്റെ അർത്ഥം ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ ആയി. ഇറ്റ് ഈസ് എ ഹെൽപ്ലെസ് കണ്ടീഷൻ. ആ കണ്ടീഷൻ മനസ്സിലാക്കിയിട്ടും ഹി ജസ്റ്റ് അബാൻഡൻഡ്, അദ്ദേഹത്തെ വിട്ടിട്ട് പോകുക. അങ്ങനെ അർത്ഥം വരുന്ന ഒരു സ്ട്രോങ് വേർബാണ് ഡെസേർട്ടഡ് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് കംഫർട്ട്സ് ആണ് കുറച്ചുകൂടെ, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ, കുഴപ്പമൊന്നുമില്ലാതെ അന്തരീക്ഷം നല്ലതാണെങ്കിൽ, എല്ലാവരും കൈയടിക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരും വണ്ടിക്കൂലി തരുന്നു, എല്ലാം ഒരു പ്രശ്നവുമില്ലാതെ നല്ല നിലയിൽ പോവുകയാണ്, എന്നാ പിന്നെ ഒന്ന് ശുശ്രൂഷിക്കാം, അല്ലെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാം. പക്ഷേ കൊടുങ്കാറ്റിന്റെ നടുവിൽ നോ, ഐ എം നോട്ട് വില്ലിംഗ് ടു പേ ദാറ്റ് പ്രൈസ്. നമ്മുടെ പലരുടെയും ക്രിസ്തീയ ജീവിതം, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെ അല്ലേ? വില കൊടുക്കാൻ തയ്യാറാകാതെ വില കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ നാം അതിനകത്തുനിന്ന് പിന്മാറുന്ന അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നമ്മൾ ചിലപ്പോൾ പെന്തക്കോസ്ത് സഭയൊന്നും വിട്ടുപോയി കാണത്തില്ല, വേർപെട്ട സഭയൊന്നും. പക്ഷെ ഈ ചർച്ചിനകത്തിരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് നോട്ട് ദാറ്റ് മച്ച് അങ്ങനെ അങ്ങ് വേണം അല്ലേ? പലപ്പോഴും നമ്മുടെ ഹൃദയം ആ വചനത്തോടുള്ള അലൈൻമെന്റ് വിട്ട് പാളിപ്പോകുന്ന അനുഭവം, താൽക്കാലികമായ സുഖത്തിന് വേണ്ടി, when the world dictates, ആ ലൗകികമായ സുഖസൗകര്യങ്ങൾ എന്റേത് പോകും, ദൈവവചനത്തെ ആ നിലയിൽ ഞാൻ അനുസരിക്കാൻ തുടങ്ങിയാൽ പെർസിക്യൂഷനും സഫറിങ്ങും എനിക്കുണ്ടാകും എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് നാം പലപ്പോഴും ആ പത്യവചനത്തെ വിട്ട് ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു സ്റ്റാൻഡിലേക്ക് മാറുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ ഒന്നുകൂടെ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഒന്ന് സമർപ്പിക്കുവാൻ നാം ഏൽപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന അദ്ദേഹം തെസ്സലോനിക്കയ്ക്ക് പോയി എന്നതാണ്. നിങ്ങളത് കണ്ടോ? 10-ാം വാക്യം, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. എന്താണ് തെസ്സലോനിക്കയില്? കൃത്യമായിട്ടും അവിടെ എഴുതിയിട്ടില്ല. ഒരു പക്ഷെങ്കിൽ ദേമാസ് അപ്പോസ്തോലിനെ വിട്ടിട്ട് തെസ്സലോനിക്കയിലെ സേഫ്റ്റിയും, അവിടെ ചെന്നാൽ എനിക്ക് എൻ്റെ കംഫർട്ട് കിട്ടും, അവിടെ ചെന്നാൽ ഞാൻ സുരക്ഷിതനായിരിക്കും, ഇവിടെ നിന്നാൽ അപകടത്തിലാണെന്നും കണ്ട് തെസ്സലോനിക്കയിലേക്ക് അദ്ദേഹം കടന്നു പോയതാകാനാണ് സാധ്യത. ആ ഒരു ധ്വനിയാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദയവായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കണം എന്ന കാര്യം ഓർപ്പിക്കുകയാണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന കർത്തൃദാസൻ ആ തിക്ത അനുഭവങ്ങളുടെ നടുവിലും
വിശ്വാസത്തിൽ അദ്ദേഹം ഉറച്ചു നിന്ന് കാര്യങ്ങളെ ആത്മീകമായി താൻ വിലയിരുത്തുന്നു. അദ്ദേഹത്തിന്റെ ഓട്ടം അദ്ദേഹം ഫിനിഷ് ചെയ്യുകയാണ്. വിശ്വാസം കാത്തു. വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം പോരാടി. And he fought the good fight. He has finished the race. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പോളിന്റെ മോഡൽ മറക്കരുത്. ദേമാസിന്റെ സ്വഭാവമല്ല, താൽക്കാലികമായി സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി മനസ്സിലാക്കിയ വിശ്വാസ സംഹിതയെ നമ്മൾ ഒഴുക്കിക്കളയുകയല്ല. അന്ത്യശ്വാസം വരെ വിശ്വസ്തരായി നിൽക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ. എന്നിട്ട് 10-ാം വാക്യത്തിന്റെ 2-ാം വാക്യം, ക്രെസ്കേസ് ഗലാത്യയ്ക്കും ഒരു ആളിന്റെ പേര് പറയാണ്. ഈ മനുഷ്യനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് ബോധ്യമായത് ഞാൻ നിങ്ങളോട് പറയാം. ഗലാത്യയിലേക്ക് ഇദ്ദേഹത്തെ അയക്കുന്നെങ്കിൽ ഗലാത്യയിൽ ധാരാളം സഭകൾ പൗലോസ് സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അങ്ങോട്ട് അയക്കണമെങ്കിൽ ക്രെസ്കേസ് ഗലാത്യയിലേക്ക് പോയി. അദ്ദേഹം വളരെ ഫെയ്ത്ത്ഫുൾ ആണ്. അദ്ദേഹം ഒരു ഡിപ്പെൻഡബിൾ ആളാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. വിശ്വസ്തന്മാരായ ധാരാളം ആളുകളുടെ പേരുകൾ നമ്മൾ ഇന്ന് കേൾക്കുന്നില്ലെങ്കിലും, ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ലെങ്കിലും, നിത്യതയിൽ അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് 10,000-കണക്കിന് വിശ്വസ്തന്മാർ. ദേമാസ് പിന്മാറിയ സ്ഥാനത്ത് ക്രെസ്കേസ് പിന്മാറിയില്ല. ഹി വെന്റ് ടു ഗലേഷ്യ. പ്രൈസ് ദി ലോർഡ്. അറിയപ്പെടണ്ട, അറിയപ്പെടാതിരുന്നാലും വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി നിൽപ്പാനുള്ള ദൈവ കൃപ കർത്താവ് നമ്മുടെ മേൽ ദാനമായിട്ട് തരട്ടെ. നമ്മളെ ആരും മുന്നോട്ട് വിളിച്ച് ശ്ലാഘിച്ചില്ല, പ്രസംഗിക്കാൻ ആരും വിളിച്ചില്ല. Doesn't matter if you are faithful. നോയിക്കേ, the Holy Spirit through the Apostle Paul mentions this man's name. ഒരിക്കലും മാഞ്ഞു പോകത്തില്ല. ഇറ്റ്സ് മെൻഷൻ. നമ്മൾ ആരും അധികം ഇദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദൈവസഭയ്ക്ക് ഇദ്ദേഹം അൺനോൺ ആണ്. സഭാ ചരിത്രത്തിൽ ഒരു പക്ഷെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു കാണത്തില്ല. ഇദ്ദേഹം എന്തൊക്കെ അവിടെ ചെയ്തു, നോ വൺ നോസ്. ഡസന്റ് മാറ്റർ. അദ്ദേഹം ദേമാസിന്റെ പണിക്ക് പോയില്ല. He went to Galatia. 10-ാം വാക്യത്തിന്റെ 3-ാം ഭാഗം, തീത്തോസ് ദാൽമേത്യയ്ക്കും പോയി. തീത്തോസിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. തീത്തോസിന്റെ പേരിൽ ഒരു ലേഖനം തന്നെ ഉണ്ട്. ഒരുപക്ഷെങ്കിൽ ക്രേത്തയിലുള്ളതിന്റെ ശുശ്രൂഷകൾക്ക് ശേഷമാകാം അദ്ദേഹം ദാൽമത്യയ്ക്ക് പോയി എന്നത് നമ്മൾ കാണുന്നത്. അദ്ദേഹം അറിയപ്പെട്ടയാളാണ്. അദ്ദേഹം വിശ്വസ്തനാണ്. പൗലോസിന്റെ കൂടെ പ്രവർത്തിച്ച് പൗലോസ് തന്നെ വിശ്വാസത്തിൽ പ്രോത്സാഹിപ്പിച്ച ഒരു ആളായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇവരൊന്നും ഇപ്പോൾ പോളിന്റെ കൂടെ ഇല്ല. ചിലര് പിൻവാങ്ങി, ചിലര് മറ്റ് ശുശ്രൂഷകൾക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ആ പശ്ചാത്തലത്തിലാണ് തിമോത്തിയോട് പറയുന്നത്, കം ക്വിക്ലി, വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. ക്രെസ്കേസ് ഗലാത്യയ്ക്കും തീത്തോസ് ദാൽമേത്യയ്ക്കും പോയി. 11-ാം വാക്യം, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ. ലൂക്കോസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയ, അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയ, അപ്പോസ്തലനായ പൗലോസിന്റെ സഹയാത്രികനായിരുന്ന, ഒരു ഡോക്ടറായിരുന്ന ലൂക്ക്, he is with Paul during his end time. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന ചരിത്ര പുസ്തകം ആത്മനിറവിൽ എഴുതിയത് ഈ ലൂക്കോസാണ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് വിശ്വസ്തനായിരുന്നു. സുവിശേഷങ്ങൾ എഴുതിയ ആളുകളൊക്കെ പരിശോധിച്ചാൽ അതിൽ ഏക ജാതിക പശ്ചാത്തലത്തിൽ വന്നയാളാണ് ലൂക്ക്. The Spirit through Paul is mentioning, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടിയുള്ളൂ.
വരുന്ന വാക്യത്തിന്റെ 2-ാം ഭാഗം, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ ആകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. കം ക്വിക്ലി തിമോത്തി, when you come bring Mark. മാർക്കിനെ ഓർക്കുന്നുണ്ടോ? 1-ാം മിഷണറി യാത്രക്കിടയ്ക്ക് അദ്ദേഹത്തിന് വീട്ടിൽ പോകണം. കാരണം എന്താണെന്നൊന്നും അറിയില്ല. ഹോം സിക്ക് ആയതായിരിക്കാം, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് സ്പിരിച്വൽ വാർഫെയർ കണ്ട് ഭയന്നു പോയതായിരിക്കാം. പക്ഷെ പൗലോസിനെ സംബന്ധിച്ചോളം അതൊരു വലിയ വിഷയമായി മാറി. 2-ാം മിഷണറി യാത്രയ്ക്ക് തയ്യാറാകുമ്പോൾ ബർന്നബാസ് പറഞ്ഞു, നമുക്ക് മർക്കോസിനെ കാണും. പോൾ സെഡ് നത്തിങ് ഡൂയിങ് നോ. അങ്ങനെ ടീം 2ആയി. മർക്കോസിന്റെ കേസിൽ പൗലോസ് ശീലാസിനെയും കൊണ്ട് പോകുന്നു, ബർന്നബാസ് മർക്കോസിനെയും കൊണ്ടുപോകുന്നു. ആ മർക്കോസിനെ കുറിച്ചാണ് പോൾ ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ നോക്കിക്കേ, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ ആകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. പ്രൈസ് ദി ലോർഡ്. 12-ാം വാക്യം, തെഹിക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോ നിങ്ങൾ, എങ്ങോട്ട്? എഫെസോസിലേക്ക്. എവിടെ നിന്നാണ് തിമോത്തിയെ വിളിക്കുന്നത്? റോമൻ കാരാഗ്രഹത്തിലേക്ക് ഇട്ടിരിക്കുന്ന പൗലോസ് വിളിക്കുക, തിമോത്തി യു കം, ഹി ഈസ് പാസ്റ്ററിങ് എഫെസോസ്. അപ്പൊ അദ്ദേഹം ചർച്ചയിൽ നിന്ന് വരുമ്പോൾ ഇദ്ദേഹത്തെ അങ്ങോട്ട് അയക്കുകയാണ്. 12-ാം വാക്യത്തിൽ തെഹക്കോസിനെ ഞാൻ എഫെസോസിലേക്ക് അയച്ചിരിക്കുന്നു. 13-ാം വാക്യം, ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ച് പോന്ന പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. അപ്പൊ തിമോത്തി എന്തിനെല്ലാമാണ് വരേണ്ടത്? കം ക്വിക്ലി തിമോത്തി. നമ്പർ 1, കമ്പാനിയൻഷിപ്പ് ഇല്ല. തേമാസി ദൈവകൃപ വിട്ടുപോയത് അപ്പോസ്തലനായ പൗലോസിനെ വളരെ വളരെ വേദനിപ്പിച്ചു. മറ്റ് ചിലര് ശുശ്രൂഷയ്ക്കായി പോയിരിക്കുകയാണ്. ലൂക്കോസ് മാത്രം എന്നോടുകൂടിയുണ്ട്. നീ വരുമ്പോഴേ മർക്കോസിനെ കൂടെ കൊണ്ടുവരണം. പിന്നെ വിലപിടിപ്പുള്ള മറ്റു ചില കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്ന കണ്ടോ ഈ 13-ാം വാക്യത്തില്? ത്രോവാസിൽ നിന്ന് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ. സ്തോത്രം. കർപ്പോസിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഒരുപക്ഷെങ്കിൽ ത്രോവാസ് ിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാകാനാണ് സാധ്യത കർപ്പോസ് എന്ന് പറയുന്ന മനുഷ്യൻ. 1, പുതപ്പ് കൊണ്ടുവരണം. പുതപ്പെന്ന് പറയുന്നതേ ശീതകാലം വരുന്നു അല്ലേ? നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് ശീതകാലത്തിന് മുമ്പ് നീ എത്തണം. അപ്പൊ വിന്റർ ഈസ് കമ്മിങ്. പുതപ്പ് കൊണ്ടുവരണം. ഈ പുതപ്പ്, ഈ ക്ലോക്ക് രാത്രി പുതയ്ക്കാൻ മാത്രമല്ല, രാവിലെ ഇതൊരു കോട്ടായിട്ട് ഉപയോഗിക്കാം. എന്നാൽ അടുത്തു പറയുന്ന 2 കാര്യങ്ങൾ ഫിസിക്കൽ കംഫർട്ടിനല്ല. എന്നെ അത്ഭുതപ്പെടുത്തി പ്രിയരെ. ഇംഗ്ലീഷിൽ പറയുന്ന ബുക്സ് ആൻഡ് പാർച്ച്മെന്റ്സ്. Paul, you are going to die. അധികം താമസം പിന്നെ you are going to be a martyr. ആണെങ്കിലും അവസാനം വരെ വായിക്കുന്ന സ്വഭാവവും എഴുതുന്ന സ്വഭാവവും. പോളിൽ നിന്ന് ഇത് പഠിക്കണം കേട്ടോ. Praise the Lord. അവിടെ ബുക്സ് ആൻഡ് പാർച്ച്മെന്റ്സ്. ബുക്സ് ഒരു പക്ഷെങ്കിൽ പാപ്പിറസ് സ്ക്രോളുകളായിരിക്കാം. പോസിബിളി ഓൾഡ് ടെസ്റ്റമെന്റ് ബുക്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. പാർച്ച്മെന്റ്സ്, ചർമ്മലിഖിതം എന്ന് പറയുന്നത് ഈ വെലും ഷീറ്റ്സ്. ഇത് ആനിമൽ സ്കിന്നിൽ നിന്ന്, ഹൈഡുകളിൽ നിന്ന് ട്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള വളരെ വിലപിടിപ്പുള്ള ഷീറ്റുകളാണ്. ഒരുപക്ഷെങ്കിൽ പൗലോസ് എഴുതിയ ലേഖനങ്ങളായിരിക്കാം. ചിലപ്പോൾ ബ്ലാങ്ക് ഷീറ്റ്സ് ആയിരിക്കാം പോളിന് എഴുതാൻ വേണ്ടി. അതുകൂടെ താന് ആവശ്യപ്പെടുകയാണ്. അപ്പൊ തിമോത്തിക്ക് വലിയ റോളാ. എന്തെല്ലാം കാര്യമാണ് തിമോത്തി ചെയ്യേണ്ടത് അല്ലേ? മർക്കോസിനെ കൊണ്ടുവരണം, പുതപ്പെടുത്തോണ്ട് വരണം, പുസ്തകങ്ങളും ചർമ്മലിഖിതവും കൊണ്ടുവരണം. ഇങ്ങനെ ഒരുപാട് ഡ്യൂട്ടികൾ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയത്തില്ല നിങ്ങളുടെ കാര്യം. ഞാൻ ഇതൊക്കെ വായിക്കുമ്പോൾ I get thrilled, അല്ലെങ്കിൽ നമ്മൾ 9 മുതലുള്ള വാക്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ആ ലേഖനത്തിന്റെ എൻഡിങ് ആണോ, എന്താണ് ഇതിനകത്ത്? പക്ഷെ എനിക്കിതങ്ങ് ഭയങ്കര ത്രില്ലാണ്. സോ ഞാന് ദൈവവചനം സ്നേഹിക്കുന്ന നിങ്ങളുമായിട്ട് ഞാനിത് പങ്കുവെക്കുകയാണ്. Look how a man of God
is coming towards the end of his ministry and life. യാതൊരു നിലയിലും അയ്യോ ഒരാഴ്ച കൂടെ ഉണ്ടായിരുന്ന ട്രാക്ട് കൊടുക്കായിരുന്നു. നോ, ദ കോഴ്സ് ഹസ് എൻഡഡ്. നല്ല ബോധ്യമുണ്ട്, നിത്യത എനിക്ക് വേണ്ടിയുണ്ട്. ആൻഡ് there I will be rewarded. ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ചിലരുണ്ട്. I like to see my son Timothy one more time. തിമോത്തി, നീ വരണം. വരുമ്പോൾ ഇന്ന കാര്യങ്ങളോട് നീ കൊണ്ട് mind is so active, thinking about his books, his parchments, thinking about Mark. Praise the Lord. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഐ തിങ്ക് ഇറ്റ്സ് ഓൾറെഡി ടൈം അല്ലേ? 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാൻ വളരെ ചിന്തിച്ച ഒരു വാക്യം, ആ 14ഉം 15ഉം വാക്യം നോക്കി. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ. എന്താ വെറുതെ അലക്സാണ്ടർ എന്ന് പറയാഞ്ഞത്? പല അലക്സാണ്ടർമാരുണ്ട്. ഇവനെ ശരിക്കും മനസ്സിലാക്കണം നീ. നമ്മുടെ IT ഫീൽഡിലെ അലക്സാണ്ടർ, നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ ഓരോരുത്തരെ, IT ഫീൽഡിലെ ബിജു, നമ്മുടെ ഗാർലൻഡിലെ ബിജു എന്ന് പറയുന്ന പോലെ. അയ്യോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് എന്നോട് ക്ഷമിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. അപ്പോസ്തലൻ ചെമ്പ് പണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വേദന കണ്ടു. എന്താണ് ദോഷം ചെയ്തത്? We don't know. ദോഷം ചെയ്തു. അവന്റെ പ്രവർത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അയ്യോ, ഞാൻ ഭയന്നുപോയി കേട്ടോ. പണി മേടിച്ചത് തന്നെ. ഞാൻ ഇതൊരു ശാപവാക്കാന്നൊന്നും പറയുന്നില്ല, അങ്ങനൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ നിന്നൊരു സൂചന ഞാൻ നിങ്ങൾക്ക് പറയാൻ എൻ്റെ ഉള്ളിൽ താല്പര്യമുണ്ട്. നമ്മളെ നയിക്കുന്ന കർത്തൃദാസന്മാരെ വേദനിപ്പിക്കരുത്. അവര് ദൈവകൃപയോ ദൈവവചനമോ വിട്ടുപോയാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് അവർക്ക് ബോധ്യം വരുത്താൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം. ഒന്നുകിൽ മോറൽ വിഷയം, അല്ലെങ്കിൽ ഉപദേശപരമായ കാര്യത്തിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേട്. ഇത് റിയലി മനസ്സിലായാൽ പോലും confront the person lovingly. എന്നിട്ട് ഒരു നിലയിലും ഒരു ക്രമീകരണം ഇല്ലെങ്കിൽ അപ്പോഴും നമ്മൾ just leave the place. അല്ലാതെ ഇന്നത്തെ ഒരു പ്രവണത പോലെ കൂട്ടം കൂടുക, സന്ദേശങ്ങൾ അയക്കുക, ആളുകളെ ദ്രോഹിക്കുക. I will tell you something, dear brothers and sisters. ഒരു പാസ്റ്ററുടെ വേദന ഒരു പാസ്റ്ററൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ അനേക പാസ്റ്റർമാരുമായിട്ട് ഇടപെട്ടു. ഞാൻ ഒരു കാര്യം ഐഡന്റിറ്റി മറച്ചു വെച്ച് ഞാൻ പറയാം. ഈ അടുത്ത സമയത്ത് അനുഗ്രഹീതനായ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനെ അവരുടെ വിശ്വാസികളും ഞങ്ങളുടെ ഒരു കോമൺ കോണ്ടാക്റ്റും കൂടെ എന്റെ മുൻപിൽ സംസാരിക്കാൻ കൊണ്ടുവന്നു. Can you believe that man? സ്ട്രെസ് നിമിത്തം അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാതെ വന്ന് അദ്ദേഹം ഡിപ്രഷൻ സ്റ്റേജിലായി. എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് എൻ്റെ സാക്ഷ്യങ്ങൾ തുറന്നു പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കോമൺ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അന്തം വിട്ടത്. You mean you went through things like this? ഞാൻ പറഞ്ഞു, yeah. രാത്രിയിൽ നമ്മുടെ ഉറക്കം വരത്തില്ല. ചിലപ്പോൾ നാം സ്നേഹിക്കുന്ന, നാം വളർത്തിക്കൊണ്ടുവരുന്ന ആളുകൾ ഒരു വാക്ക് പറയുമ്പോൾ it is too much. It is too much. സ്തോത്രം. Then how do we move ahead? കൃപ ധാരാളമായിട്ട് ദൈവം പകരും. ആരോടും പകയോ പിണക്കമോ കൂടാതെ
എല്ലാം നന്നായി ചെയ്യുന്ന ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വി മൂവ് എഹെഡ് ഇൻ ലൈഫ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഓൺലി എ പാസ്റ്റർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എ പാസ്റ്റർ. നമ്മളല്ലേ അവരുടെ വേദന മനസ്സിലാക്കത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓൺ എ സൺഡേ മോർണിംഗ് നല്ല നിലയിൽ മെസ്സേജ് തകർപ്പനായിരിക്കണം. നമ്മൾ പറയും പാസ്റ്റർ ദാറ്റ് വാസ് റിയലി ഗുഡ് മെസ്സേജ്. ഈ മെസ്സേജിന്റെ പിൻപിലെ വർക്കും ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അടുത്ത ദിവസം എനിക്കതുണ്ടായി. ഐ വാസ് വർക്കിംഗ് ഓൺ എ മെസ്സേജ്. അപ്പോഴാണ് ഒരാൾ എന്നോട് വന്ന് ഒരു കാര്യം പറയുന്നത്. ഇമ്മീഡിയറ്റ്ലി ഐ സെഡ് ഐ ആം ജസ്റ്റ് ലീഡിങ്. ഞാൻ ആ പ്രിപ്പറേഷൻ ഞാൻ വേറൊരു സ്ഥലത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. ഐ ജസ്റ്റ് പാക്ഡ് അപ്പ്. കാരണം ഞാൻ പിന്നെ വായിക്കുമ്പോഴെല്ലാം എൻ്റെ മൈൻഡ് ഇസ് അണ്ടർ പ്രഷർ. വേറെ ചിന്തകൾ, അയ്യോ അപ്പൊ ആളിന് എന്തായിത്തീരും, അല്ലോ അപ്പൊ അങ്ങനെയാകുമോ. സ്തോത്രം. പ്രത്യേകിച്ച് സഭയെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണെങ്കിൽ, ഒരു റിയൽ ട്രൂ ഷെപ്പേർഡാണെങ്കിൽ അദ്ദേഹം മുറിപ്പെടും. അതുകൊണ്ട് എൻ്റെ അപേക്ഷ നിങ്ങളോട്, ഒരിക്കലും നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ചെയ്യരുത്. ഇവിടെ അലക്സാണ്ടർ എന്ന് പറയുന്ന ഈ കോപ്പർ സ്മിത്ത് ഇറ്റ് ഡിഡ് മച്ച് ഹാം. എന്താണ് നമുക്കവിടെ കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാൽ താൻ പറയുന്നത് the Lord will repay him according to his deeds. Praise the Lord. എന്നാൽ അടുത്ത വാക്യത്തിൽ ഒരു സൂചനയുണ്ട് കേട്ടോ. സൂചനയുണ്ട്. അദ്ദേഹം ഇത് പറയുന്നതിന്റെ ഉദ്ദേശവും നമുക്കവിടെ കാണുവാൻ കഴിയും. നോക്കിയേ 15-ാം വാക്യം. ഞാൻ 14 ഒന്നുകൂടെ വായിക്കാം. ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും. അവൻ നമ്മുടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്ത് നിന്നത് കൊണ്ട് നീയും അവനെ സൂക്ഷിച്ചു കൊള്ളുക. അതിനുവേണ്ടിയാ ഇത് പറയുന്നത്. തിമോത്തി, beware of this man. He is against apostolic teaching. അദ്ദേഹം എതിർത്തു. That means he is against the Lord. He is against the work of the Lord. ക്രിസ്തീയ പ്രവർത്തനത്തിനും അപ്പോസ്തോലിക ഉപദേശത്തിനും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിനും ഇവനെതിരാണ്. അവൻ അതിന് തടസ്സമായി നിൽക്കുന്നു. അതുകൊണ്ട് തിമോത്തിക്ക് ഗുണകരമായി വരുവാനായി ഒരു മുന്നറിയിപ്പായിട്ട് പോൾ ഇത് പറയുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ആ ഭാഗം വായിച്ചു നിർത്താം. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. എന്നിട്ട് കർത്താവ് തനിക്ക് തുണ നിന്നത് പറഞ്ഞിട്ട് അവസാനം അവൻ എന്നേക്കും മഹത്വം എന്ന് പറഞ്ഞ ഒരു ആരാധനയിലേക്ക് ഹീസ് ബേഴ്സ്റ്റിംഗ് ഫോർത്ത് ഇൻ വർഷിപ്പ്. അതുകൂടെ വായിക്കാം. കർത്താവോ എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. ആര് കൈവിട്ടാലും കേട്ടോ. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. കർത്താവ് എന്നെ സകല ദുഷ്പ്രവൃത്തിക്കാരിൽ നിന്ന് വിടുവിച്ചു. തൻ്റെ സ്വർഗീയ രാജ്യത്തിനായി രക്ഷിക്കും. അവന് എന്നേക്കും മഹത്വം. ആമേൻ. All glory to our Lord and Savior Jesus Christ. May the Lord fill us with love for him, love for the brethren. നമ്മൾ ആളുകളെ ക്രിസ്തീയ പക്വതയിലേക്ക് വളർത്താൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അങ്ങനെ വളർത്തുന്നവരെ എപ്പോഴും ഓർക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക. ആർക്കും പാരവെപ്പുകാരായി മാറരുത് പ്രിയരെ. അതൊക്കെയാണ് ലോകത്തിന്റെ ട്രെൻഡുകൾ. അതുപോലെ തന്നെ when we end our life, look at Paul's example. എത്ര പ്രത്യാശയോടുകൂടിയ നമ്മൾ വല്ലപ്പോഴും അന്ന് ഓർക്കണം കേട്ടോ. അവസാന ദിവസം, ഈ ലോകത്തിലെ അവസാനം, saying goodbye to all. ഓർക്കുമോ? യോ എനിക്ക് പേടി വരുന്നു. അത് പേടിക്കണ്ട. പേടിച്ചാലും അങ്ങനെ ഒരു ദിവസം ഉണ്ട്. പ്രത്യാശയോടെ ഗുഡ് ബൈ പറഞ്ഞ് ക്രിസ്തുവിൽ പ്രത്യാശയോടെ പോകുവാൻ കർത്താവ് നമ്മൾക്ക് എല്ലാവർക്കും ഇടവരട്ടെ. God bless you.